ഇന്നലെ രാത്രി 7 മണിയോടുകൂടി എമ്പുരാൻ്റെ ടീസർ റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2019 മാർച്ച് 28-ന് റിലീസായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. അതായത് ലൂസിഫർ 2 മോഹൻലാലിൻ്റെ പടം. പൃഥ്വിരാജാണ് സംവിധായകൻ. ബാക്കിയെല്ലാം പഴയ ടീമുകൾ തന്നെയാണ്. മുരളി ഗോപിയാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇൻ്റർനാഷണൽ ലൊക്കേഷനാണെന്ന് തോന്നുന്നുണ്ട്. US, റഷ്യ, UAE, ഇന്ത്യ ഇത്തരം സ്ഥലങ്ങളിലാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. ഒരു ഗ്യാങ്സ്റ്റർ അല്ല, അതുക്കും മേലെയാണ് എന്തായാലും മോഹൻലാൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എല്ലീസ് ബാക്ക് എന്നാണ്, അത് ലൂസിഫർ ബാക്ക് എന്നായിരിക്കില്ല, ലാലേട്ടൻ ബാക്ക് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എമ്പുരാൻ. അപ്പോൾ പഴയ കഥയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാനായിട്ട് ഒരു ചാൻസും ഇല്ല. മാത്രമല്ല ടീസർ നിങ്ങൾ എങ്ങനെ ഇരുന്ന് കണ്ടാലും ഒരു ഹിൻഡും അതിൽ നിന്ന് കിട്ടില്ല. പിന്നെ 7ൻ്റെ കുറച്ച് കളികൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്പർ 7 എന്നുള്ള സംഖ്യ കാരണം പൊതുവേ എന്താ പറയുക, 7 ഒരു ഭാഗ്യ സംഖ്യ ആയിട്ടാണ് കണക്കൂട്ടുക. 6 എന്നുള്ളത് ഒരു 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 നിർഭാഗ്യ സംഖ്യ ആയിട്ടാണ് കണക്കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ ടീസർ ആയാലും 2 മിനിറ്റ് 23 സെക്കൻഡ്, അതിലും ടോട്ടൽ സംഖ്യ വരുന്നത് 7ആണ്. മാത്രമല്ല 6ാം വർഷം റണ്ണിങ് ആണ് ഈ പടം ഇറങ്ങിയിട്ട്. അപ്പോൾ 7ാം വർഷത്തിലോട്ട് കിടക്കുന്നത്, അതും 7ആണ് വരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സിമിലാരിറ്റി ഉണ്ട്. മാത്രമല്ല പുതിയ ഏത് കഥയാണെന്ന് ഒരു ഹിൻഡും കൊടുക്കാത്ത രീതിയിലാണ്. അമേരിക്കൻ പട്ടാളം വരുന്നുണ്ട്, ഹെലികോപ്റ്റർ വരുന്നുണ്ട്, ചാറ പറ വെടി തീ പുക. ഇത് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ ലൂസിഫറിൻ്റെ ടീസറിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം കഥ ഊഹിച്ചെടുക്കാമായിരുന്നു. ഒരു ഇന്ന സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാമായിരുന്നു. പക്ഷേ എമ്പുരാൻ്റെ ടീസറിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ടീസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് ഈ ഹെലികോപ്റ്ററും തീയും പുകയും ഒരു കാറ് ആണ്. നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാറുണ്ടല്ലോ, അംബാസഡർ, ആ കുരിശ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഈ കാറും ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യർ തിരിഞ്ഞ് നിൽക്കുന്നത്, ടോവിനോ ചെരിഞ്ഞ് നിൽക്കുന്നത്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് തോക്കും പിടിച്ച് നിൽക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഒരു അപ്പിയറൻസ് പറയാനില്ലല്ലോ, ഈ തോക്കും പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു അപ്പിയറൻസ് ആണ്. മാത്രമല്ല ഒരു 400 കോടി രൂപ എന്തോ ബഡ്ജറ്റിലാണ് ഈ പടം ഒരുങ്ങുന്നത്. മൾട്ടി ലാംഗ്വേജിലാണ് ഈ പടം റിലീസ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഓളം ഉണ്ടാക്കിയ പടമാണ് മാർക്കോ ഓളം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വയലൻസ് ആണ്, കംപ്ലീറ്റ് വയലൻസ് ആണ്. അപ്പോൾ അതിൽ കഥ എന്ന് പറഞ്ഞാൽ വലിയ കഥ അല്ല അതിനകത്ത് വയലൻസിനാണ് പ്രാധാന്യം. പക്ഷെ ഇതിൽ കഥയും കൂടി ഉണ്ടാവും. അപ്പോൾ തോന്നുന്നു 2025 ഒരു ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റും ചിലപ്പോൾ ലാസ്റ്റും ആയിരിക്കാം. ഇങ്ങനൊരു പടം ചിലപ്പോൾ ലാസ്റ്റും ആയിരിക്കാം. അപ്പോൾ ഓവർ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഈ പ്രതീക്ഷ അസ്ഥാനത്താവോ എന്താവോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഈ പടത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടാവുന്ന രീതിയിലാണ് ടീസറൊക്കെ ടീമുകൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ VFX ടീമായാലും മറ്റ് ആനിമേഷൻ ടീമായാലും ക്യാമറ ടീമായാലും ഇപ്പോൾ സ്ക്രീൻ പ്ലേ ആയാലും നമുക്ക് ഏകദേശം ഒരു ടീസർ കാണുമ്പോൾ തന്നെ ഊഹിക്കാം ഏതൊരു വലിയ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് ഊഹിക്കാം. അതിനി ഏത് തരത്തിലാണ് പ്രസൻറ്റ് ചെയ്യുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫൈറ്റിൻ്റെ ഭാഗങ്ങൾ കണ്ടു, KGFൻ്റെ ഒരു ലൊക്കേഷൻ പോലത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു. അതിനി കഥയിൽ ഏത് ഭാഗത്താണ് ഇതിനൊക്കെ റോളെന്ന് ആലോചിച്ചിട്ട് നല്ലൊരു എന്താ പറയുക ടെൻഷനിലിരിക്കുകയാണ്. ടെൻഷനല്ല, നല്ലൊരു ആകാംക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ ടീസർ റിലീസ്. അതും ഒരു 7 മണിയോട് അനുബന്ധിച്ച് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന പടത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ എമ്പുരാൻ.